ചില്ലയുടെ കഥ എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പോസ്റ്റേഴ്സിലൂടെയും ബാക്കിയുള്ള കാര്യത്തിലൂടെയും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ചില്ലയിലോട്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. താങ്ക് യു. റീയൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസബിൾ ഫോമിലുള്ള എന്ത് വസ്തു നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫയർഫ്ലൈസ് റിയലി സ്ട്രോങ് ആണോ റിയലി ഫാസ്റ്റ് ആണോ ഇപ്പോ? അതായിരുന്നു നമ്മുടെ ഫയർഫ്ലൈസ് റിയലി സ്ട്രോങ് ആണെന്നും ഫാസ്റ്റ് ആണെന്നും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഫയർഫ്ലൈസ് ഫോം ആയ ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമുക്ക് പലർക്കും പലതരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഈ ഐഡിയാസ് ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഐഡിയ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരോടോ പലപ്പോഴും പെർമിഷൻ ചോദിക്കേണ്ടിയും അല്ലെങ്കിൽ അവരുടെ രീതിക്കനുസരിച്ച് അത് രൂപം മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ എന്താ പറയാ ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരായിരിക്കും, അതേപോലെ തന്നെ അത്ര എന്തൂസിയാസമുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ ഒരു ഐഡിയ പറയുന്ന സമയത്ത് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒബ്വിയസ്ലി ഡിസ്കസ് ചെയ്യും. പക്ഷെ അത് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഫയർഫ്ലൈസ് സ്ട്രോങ് ആണ്. നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലൈവ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ഇപ്പൊ ആൾക്കാർക്കൊക്കെ നമ്മളെ ഫയർഫ്ലൈസിലൊക്കെ വരാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഫയർഫ്ലൈസ് ഓപ്പൺ ടു എന്തെങ്കിലും വളണ്ടിയർ കോൾ ഒക്കെ ഉണ്ടോ? ഫയർഫ്ലൈസ് പൊതുവെ വോളണ്ടിയർ കോൾ നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി വരുന്ന സമയത്ത് ഈവൻ മുബഷീർ ജോയിൻ ചെയ്തത് അതേപോലെയാണ്. അടയാളങ്ങളുടെ സമയത്ത് വോളണ്ടിയർ കോൾ വരും. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ അടുത്തൊരു മെന്ററി ചൈൽഡിന്റെ സെക്കൻഡ് ഫേസ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും വോളണ്ടിയർ കോൾ ഉണ്ടാവും. അല്ലെങ്കിൽ അടുത്ത സ്കോളർഷിപ്പിന്റെ പ്രൊജക്ട് ആണെങ്കിൽ അങ്ങനെ അതിൽ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഓരോ പ്രൊജക്ടിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് വോളണ്ടിയർ കോൾ നടത്താറ്. അപ്പോൾ വോളണ്ടിയർ കോൾ നടത്തി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്ക് വേണമെങ്കിലും അതിൽ എൻക്വയറി അയക്കാം. പിന്നെ അതിനനുസരിച്ച് പിന്നെ ഫോളോ അപ്പ് കോൾ വരും. അപ്പൊ എല്ലാരും കേട്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇതേ സീസണിന്റെ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കൂടുതൽ അടിപൊളിയാക്കിയിട്ട് ചെയ്യണം അല്ലേ? ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടാണ് ചെറിയൊരു ഇഷ്യൂസും ഇടയിൽ 2-3 പ്രാവശ്യം ബ്രേക്ക് ഒക്കെ വന്നത്. അപ്പോ ഗൗതമേട്ട താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മൾ പരസ്പരം താങ്ക് യു പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മള് സംസാരിക്കുന്നതിന് മുമ്പ് മുബഷീർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കുറെ സംസാരിക്കും. അപ്പോ ഗൗതമേട്ടൻ അതിന് മീൻസ് അങ്ങനെ പറഞ്ഞോണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോ മുബഷീറുടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഇത്രയും എന്താ പറയാ സംസാരിക്കാനൊക്കെ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുബഷീറോട് ഒത്തിരി അപ്പോ വന്നവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. താങ്ക് യു.